വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം അവസാനിച്ചു. സർക്കാരിന് കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിലും പ്രതിപക്ഷം എതിർത്തതോടെയാണ് വനിതാ സംവരണം പാർലമെന്റിൽ പരാജയപ്പെട്ടതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പ്രതിപക്ഷം വനിതകൾക്കെതിരായാണ് എന്ന പ്രചാരണം തെറ്റാണെന്നും നിലവിലെ സീറ്റുകളിൽ വനിതാ സംവരണത്തിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകുമെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. പാർലമെന്റ് ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി ലോക്സഭയും രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വനിതാ ബില്ലിനെ ചൊല്ലി ചൂടേറിയ വാദപ്രതിവാദമാണ് പാർലമെന്റിനകത്തും പുറത്തും നടന്നത്. സർക്കാരിന് കേവല ഭൂരിപക്ഷമുണ്ടെങ്കിലും പ്രതിപക്ഷം എതിർത്തതോടെയാണ് 2/3 ഭൂരിപക്ഷം ലഭിക്കാതെ ബിൽ പരാജയപ്പെട്ടതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. कांग्रेस पार्टी और विपक्षियों को भारत के महिलाओं का गुस्सा झेलना पड़ेगा. मैंने तो कल ही बता दिया, ये काला दाग कांग्रेस और उनके साथियों के ऊपर लग गया है, वो जिंदगी भर साफ नहीं कर पाएगा. പ്രതിപക്ഷം വനിതകൾക്കെതിരാണ് എന്ന പ്രചാരണം തെറ്റാണെന്നും നിലവിലെ സീറ്റുകളിൽ വനിതാ സംവരണത്തിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകുമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ബിജെപിയുടെ രാഷ്ട്രീയ നീക്കത്തെയാണ് പാർലമെന്റിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിച്ചത്. മണ്ഡല പുനർനിർണയം വനിതാ സംവരണത്തിനൊപ്പം കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നും പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി. ബിജെപിയുടെ വ്യാജ പ്രചാരണം ജനങ്ങൾ തള്ളിക്കളയും. പുതിയ സെൻസസ് പൂർത്തിയാക്കിയ ശേഷം മണ്ഡല പുനർനിർണയം നടത്തണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.